144 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്നതിൻ്റെ ഏകദേശ ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേവല ഭൂരിപക്ഷമായി 272 കടന്ന് NDA മുന്നണിക്ക് അധികാരം നേടാൻ കഴിയും എന്നൊരു പ്രതീതി വന്നിട്ടുണ്ട്. ഫലം പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിലവിലെ ഭൂരിപക്ഷം 272 കടക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെയോ അല്ലെങ്കിൽ 2014 പോലെയോ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇതുവരെ പുറത്തു വന്ന എല്ലാ ഫലപ്രവചനങ്ങളെയും എല്ലാ എക്സിറ്റ് പോളുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ എക്സിറ്റ് പോളുകളെല്ലാം ഇന്ത്യ മുന്നണിക്ക് പരമാവധി 200 സീറ്റുകൾ വരെയാണ് നൽകിയെങ്കിൽ ഇപ്പോൾ 220, 25 മുതൽ 250 സീറ്റുകൾ വരെ ഏറിയും കുറഞ്ഞുമൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയും അതോടൊപ്പം തന്നെ NDAയും തമ്മിലുള്ള വ്യത്യാസം കേവലം 25 50 സീറ്റുകളുടെ വ്യത്യാസം, അതിനപ്പുറത്തേക്കുള്ള വ്യത്യാസത്തിലേക്ക് വരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. NDAക്ക് BJPക്ക് സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കാൻ കഴിയുന്നൊരവസ്ഥ ഇന്ത്യയിലില്ല. എവിടെയാണ് BJPക്ക് അടിപതറിപ്പോയത്, എവിടെയാണ് NDAക്ക് അടിപതറിപ്പോയത് എന്നുള്ള ഒരു ലഘുവായ പരിശോധനയാണ്, പ്രാഥമികമായ പരിശോധന മാത്രമാണ്. അതിലേറ്റവും പ്രധാനം UP ആണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള UP ഭരിക്കുന്നവർ, UP പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കുമെന്നായിരുന്നു ഒരു കാലത്തെ ചൊല്ല്. അത് ചില ഘട്ടങ്ങളിലെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയും ഒക്കെ UPയിൽ വലിയ വിജയമാണ് BJPയും NDA സഖ്യവും നേടിയത്. എന്നാൽ UPയിലെ 80 സീറ്റുകളിൽ ഇപ്പോൾ ഭൂരിഭാഗം സീറ്റുകളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 42 സീറ്റുകളിലടക്കം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് SP BSP സഖ്യമാണ്. BJPക്ക് 37 സീറ്റുകൾ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. UPയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മുന്നേറുന്ന പാർട്ടി അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇപ്പോൾ SP ആണ്. SP 35 സീറ്റുകൾ വിജയിക്കുന്നു. രണ്ടാമത്തെ പാർട്ടിയായി അവിടെ BJP മാറുന്നത് 34 സീറ്റുകൾ മാത്രമാണ്. SP സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമാണ് നേടിയെങ്കിൽ ഇപ്പോൾ 7 സീറ്റിൽ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ UPയിലാണ് ഏറ്റവും കൂടുതൽ. രാമക്ഷേത്രം നിർമ്മിച്ച് രാമക്ഷേത്ര അജണ്ട പ്രാവർത്തികമാകും, ഒരു ഹിന്ദു ഐക്യമുണ്ടാകും എന്നെല്ലാം പ്രതീക്ഷിച്ച UPയിലാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കുകയും രാമക്ഷേത്രം AC ഇല്ല എന്ന് മാത്രമല്ല രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ കാലത്ത് ഒരു പ്രതീതി പോലും അല്ലെങ്കിൽ അത്തരമൊരു അനുകൂലമായ അവസ്ഥ പോലും BJPക്ക് അനുകൂലമായി UPയിൽ ഉണ്ടായില്ല. UPയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിച്ചു എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിശാലമായ ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ കാലത്ത് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പലരും മാറി ചിന്തിച്ചു അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോയി എന്ന് വേണം കരുതാൻ. BSP അവിടെ എല്ലാ സൈറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് BSP ഒരിടത്തും വിജയിക്കുന്നു അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ദയനീയമായ പതനത്തിലേക്ക് നീങ്ങുകയാണ്. ആ BSPയുടെ വോട്ടിൻ്റെ വലിയൊരു ഭാഗം കൂടി ഇന്ത്യ മുന്നണിയിലേക്ക്, കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ SPയിലേക്കോ, പ്രധാനമായത് കോൺഗ്രസിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഉണ്ടായി കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവിടുത്തെ പിന്നാക്ക വിഭാഗത്തിൻ്റെ വോട്ടും ഈ ദളിത് വിഭാഗത്തിൻ്റെ വോട്ടും ഒപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് വലിയൊരു മുന്നേറ്റം UPയിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് സഖ്യത്തിനെ UPയെ ഇളക്കി മറിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. രണ്ടാമത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് 48 സീറ്റുകളുള്ള ഇന്ത്യയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമത് നിൽക്കുന്ന മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയമുണ്ടാക്കാൻ മഹാരാഷ്ട്രയിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളെ, മഹാരാഷ്ട്രക്കാരുടേതായ 2 പാർട്ടികളെ, NCPയെയും ശിവസേനയും നെടുക പിളർത്തി, നെടുക എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഒരു മേജർ ചങ്കിനെയും ഒപ്പം കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ചങ്ക് എന്ന് പറയുമ്പോൾ അവിടുത്തെ MLAമാരുടെയും MPമാരുടെയും എണ്ണം വെച്ചാണ്, അങ്ങനെ പിളർത്തിയിട്ട് പോലും അവിടെ ഇക്കുറി 48 സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ നിൽക്കുമ്പോൾ 48 സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഏകദേശം ഇന്ത്യ മുന്നണിക്ക് 28 സീറ്റുകളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 19 സീറ്റുകൾ മാത്രമാണ് അവിടെ NDA സഖ്യത്തിന് മുന്നേറാൻ കഴിയുന്നത്. കോൺഗ്രസിന് 11 സീറ്റുകളിൽ മുന്നേറാൻ കഴിയുന്നു. BJPക്കും 11 സീറ്റുകൾ. കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര തൂത്തുവാരിയതാണെന്ന് ആലോചിക്കണം NDA സഖ്യം. അവിടെയാണ് കോൺഗ്രസ് 11 സീറ്റുകൾ നേടുന്നു. ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷം, യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കുന്നു, അവർ 9 സീറ്റുകൾ നേടുമ്പോൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ആകെ 7 സീറ്റുകളാണ് ലഭിക്കുന്നത്. NCPയിലാണ് ശക്തമായ ആധിപത്യം ഉറപ്പിക്കുവാൻ പവാറിന് കഴിയുന്നത്. പവാർ പാർട്ടി ഒന്നിച്ചു നിന്നപ്പോൾ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക്, വലിയ നേട്ടത്തിലേക്ക് NCP വരുന്നു. UPയുടെ കാലത്ത് പോലും 9 സീറ്റുകൾക്കുമായി നിന്നതാണ് പവാറെങ്കിൽ ഇക്കുറി 8 സീറ്റുകൾ പവാറിന് നിലനിർത്താൻ കഴിയുന്നു. 1 സീറ്റിൽ മാത്രമാണ് NCP അജിത് കുമാർ പക്ഷം മുന്നേറുന്നത്. അവിടെയും മഹാരാഷ്ട്രയിൽ രണ്ടാമത്തെ വലിയ സംസ്ഥാനത്തും ഇന്ത്യ മുന്നണിക്ക് അത്തരത്തിലൊരു നേട്ടമുണ്ടാകുന്നു. മൂന്നാമത്തെ വലിയ സംസ്ഥാനം ബംഗാളാണ്. ബംഗാളിലും സമാനമായ ഒരു നേട്ടത്തിലേക്കാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗികമായ ഭാഗമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയായി തന്നെ കണക്കാക്കിയാൽ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ 30 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം, അതിൽ പല സീറ്റുകളും ജയിച്ചു കഴിഞ്ഞു. 11 സീറ്റുകളിൽ അവിടെ BJP മുന്നേറുന്നു. കഴിഞ്ഞ തവണ BJPക്ക് 18 സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നു എന്നതുകൂടി ആലോചിക്കണം. അവിടെയാണ് ബംഗാളിൽ ഉറപ്പായും ഇത്തവണ പിടിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തോടുകൂടി തുടർച്ചയായി ബംഗാളിൽ
ഗവർണർ മുഖ്യമന്ത്രി ഫൈറ്റും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെയും നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും നിരന്തരമായ സന്ദർശനങ്ങളും ഒക്കെ നടന്ന് വലിയ ഒരു ഹിന്ദു ഐക്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചെങ്കിലും ബംഗാളിൽ അത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ പിന്നിൽ പോവുകയും ചെയ്തു. മമത തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റിൽ കഴിഞ്ഞ തവണയും ഒരു സീറ്റായിരുന്നു. ആ സീറ്റിലല്ല ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിലാണ്. മറ്റൊരു സീറ്റിൽ മാത്രമാണ് മുന്നിൽ കോൺഗ്രസ് നിൽക്കുന്നത്. എന്തായാലും അവിടുത്തെ അവസ്ഥ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് അനുകൂലം തന്നെയാണ്. മറ്റൊന്ന് തമിഴ്നാടാണ്. 39 സീറ്റുകളുള്ള തമിഴ്നാടിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. മാറി മറിഞ്ഞ് 1-2 സീറ്റുകൾ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയുമ്പോൾ അത് DMKയുടെ ആധിപത്യമാണ്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നു. അവിടുത്തെ അണ്ണാമല ഇറങ്ങി നടത്തിയ ഹിന്ദുത്വ പ്രചരണത്തിനൊന്നും ദ്രാവിഡരുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് തമിഴർ തെളിയിച്ചുകൊണ്ട് വീണ്ടും DMKയ്ക്കൊപ്പം അവർ ഉറച്ചു നിൽക്കുന്നു. അവിടെ AIDMKയുടെ വോട്ട് ബാങ്കൊക്കെ വലിയ തോതിലേക്ക് BJPയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞില്ല. മറ്റൊന്ന് ബീഹാറാണ്. 40 സീറ്റുള്ള ബീഹാറിൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് NDA നടത്തുന്നത്. ഈ വലിയ 5 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ബീഹാറിൽ മാത്രമാണ് അത്തരമൊരു മുന്നേറ്റം NDAക്ക്. അത് പ്രധാനമായും നിതീഷ് കുമാറിൻ്റെ വരവ് കൂടിയാണ്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ അവതരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് പൊടുന്നനെ അദ്ദേഹം കാലുമാറി BJPക്കൊപ്പം വീണ്ടും ചേരുന്നത്. അങ്ങനെ BJP മുന്നണിയിൽ നിൽക്കുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ 33 സീറ്റുകളിലാണ് NDA സഖ്യം മുന്നേറുന്നത്. ആ 33 സീറ്റുകൾ എന്ന് പറയുമ്പോൾ JDUവിൻ്റെ 14 സീറ്റുകളും BJPയുടെ 13 സീറ്റുകളും LJPയുടെ 5 സീറ്റുകളുമാണ് നിലവിൽ മുന്നേറുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിലവിൽ ഇന്ത്യ മുന്നണി 7 സീറ്റുകളിലാണ് മുന്നേറുന്നത്. RJD 3, കോൺഗ്രസ് 2, CPI-ML 1 എന്നുള്ളതാണ് അവസ്ഥ. ഈ വലിയ 5 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ബീഹാറിൽ മാത്രമാണ് NDA മുന്നണിക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. മറ്റൊരു സംസ്ഥാനം എടുത്താൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 25 സീറ്റുകളും വിജയിച്ച പാർട്ടിയാണ് BJP. ആ സ്ഥാനത്ത് ഇപ്പോൾ BJPക്ക് 14ആയും കോൺഗ്രസിന് 11ആയും CPM-ന് 1ആയും ഉയരുന്നു. അങ്ങനെ 12 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ 14 സീറ്റിലേക്ക് BJPയും എന്നുള്ളതായി മാറുന്നു. ഏകദേശം രാജസ്ഥാൻ്റെ 10 സീറ്റുകളോളം പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത്, ഭരണം നിയമസഭയിൽ നഷ്ടപ്പെട്ടിട്ടും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. മറ്റൊന്ന് ഹരിയാനയാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുകളും BJPക്ക് ലഭിച്ചതാണ്. അവിടെ ഈ പ്രാവശ്യം ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടിയടക്കം BJP സഖ്യം വിട്ട് പുറത്തു വന്നതോടെ കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 5 സീറ്റുകൾ കോൺഗ്രസ്, 5 സീറ്റുകൾ BJP എന്നുള്ള അവസ്ഥയിലേക്ക് ഹരിയാന മാറിയിരിക്കുന്നു. മറ്റൊന്ന് ഒഡീഷയാണ്. അവിടെയും NDAക്ക് ആണ് അല്ലെങ്കിൽ BJPക്കാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവിടെ പരമ്പരാഗതമായി തന്നെ വിജയിച്ചുകൊണ്ടിരുന്ന ബിജു ജനതാദളിന് കനത്ത തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഉണ്ടായത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJDക്ക് 21 3 മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. 17 മുന്നേറുന്നത് BJP തന്നെയാണ്. നിയമസഭയിലെ വിഷയത്തിൽ 147 കേവല ഭൂരിപക്ഷവും കടന്ന 75 സീറ്റുകളിൽ BJPക്ക് നിലവിൽ ലീഡുണ്ട്. ഇത് മാറി മറിയാൻ സാധ്യതയുണ്ടെങ്കിലും BJPക്കാണ് വലിയ കൂടുതൽ സീറ്റുകൾ ലീഡുള്ളത്. BJDക്ക് 55 സീറ്റുകൾ മാത്രമാണ് ലീഡുള്ളത്. 15 സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെയും ഒരു കിട്ട മത്സരമെന്നോ അല്ലെങ്കിൽ BJPക്ക് എഡ്ജുള്ള മത്സരമെന്നോ വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളിൽ BJP TDP സഖ്യം വലിയ മുന്നേറ്റമാണ് നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. 25-ൽ 22 അവിടെ TDP BJP സഖ്യത്തിന് തന്നെയാണ് മുന്നേറ്റമുള്ളത്. അവിടെ YSR കോൺഗ്രസിന് കേവലം 3 മാത്രമാണ് മുന്നേറ്റമുള്ളത്. കടപ്പയിലടക്കം കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിയമസഭയും ഇക്കുറി ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 175-ൽ 156 സീറ്റും TDP BJP സഖ്യത്തിനാണ്. YSR കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ വിജയിക്കാൻ കഴിഞ്ഞതെന്ന് പ്രത്യേകതയുണ്ട്. തെലങ്കാനയെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് 9 BJP 7 രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ അവിടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRSനുണ്ടായിരുന്ന സീറ്റ് എണ്ണത്തിൽ കുറേ എണ്ണം, പകുതി എണ്ണം കോൺഗ്രസും പകുതി എണ്ണം BJPയും പിടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മറ്റൊന്ന് പഞ്ചാബാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം. പഞ്ചാബിൽ 7 കോൺഗ്രസ്, 3 ആം ആദ്മി പാർട്ടി എന്നുള്ള SADയും ഒരിടത്തുണ്ട്. SAD സെപ്പറേറ്റ് മത്സരിച്ചാണ്, ഈ മുന്നണികളുടെ ഭാഗമല്ലാതെ മത്സരിച്ചാണ് ശിരോമണി അകാലിദൾ. അവർക്കും ഒരു സീറ്റിൽ വിജയത്തിന് അടുത്ത് അവരും എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ മുന്നേറ്റം
ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു മുന്നേറ്റത്തിന് കുറവ് ഇന്ത്യ സഖ്യത്തിനുണ്ടായത്. ഇന്ത്യ സഖ്യം സ്വാഭാവികമായും കൂടുതൽ സീറ്റ് എൻ ഡി എക്കാണ് എങ്കിൽ പോലും ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഒക്കെ അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ തമിഴ്നാട് നിലനിർത്താനും, തമിഴ്നാട് സമ്പൂർണ്ണ വിജയം നിലനിർത്താനും, ബംഗാളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ മാത്രമാണ് അവർക്ക് സ്ഥിതി മോശമായെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഈ മുഴുവൻ സീറ്റുകൾ ലഭിച്ച ഹരിയാനയിലെ അവസ്ഥയും രാജസ്ഥാനിലെ അവസ്ഥയും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ അന്തിമ ഫലം പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയായാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ളൊരു ഭൂരിപക്ഷം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിലവിൽ ബി ജെ പി മുന്നണിക്ക്, എൻ ഡി എ മുന്നണിക്കാണ് ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ ആ മുന്നണി തന്നെ വീണ്ടും ഭരണത്തിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ തീരുമാനിച്ചതുപോലെ, നടപ്പാക്കിയതുപോലെ ഏത് വിഷയവും പാർലമെൻറ്റിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ബി ജെ പിയുടെ ഏകപക്ഷീയമായ അജണ്ടകൾ, അല്ലെങ്കിൽ കാലാകാലങ്ങളെ അവർ മുന്നോട്ട് വെച്ച അജണ്ടകൾ, അത്തരം അജണ്ടകൾ നടപ്പാക്കാനൊക്കെ സ്വാഭാവികമായും ചന്ദ്രബാബു നായിഡു ഒരു ഭാഗത്ത് നിൽക്കുന്നു, ജെ ഡി യു നിൽക്കുകയാണെങ്കിൽ ജെ ഡി യു ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതൊക്കെ പ്രയാസമാവും. മറ്റൊന്ന്, ഈ പാർട്ടികളൊക്കെ വിലപേശലിനുള്ള സാധ്യത കൂടി ബി ജെ പിയോടുണ്ട്. ബി ജെ പി ചെറു പാർട്ടികളെ പലപ്പോഴും ഞെരുക്കി അമർത്തുന്നു എന്നുള്ള ആരോപണം പ്രധാനമായിട്ടുണ്ട്. അതിനെല്ലാം ഇളവ് വരുത്തേണ്ടയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ള, ഇനിയും വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.